ഹൃദയ ഒരാളത് ഇക്കട്ടായിട്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കുള്ളത് അള്ളാഹു അവനിൽ നിന്ന് ഹിദായത്തിനെ ഊരിയെടുത്ത അള്ളാഹു ഹിദായത്ത് കൊടുക്കുക അള്ളാഹു ഉദ്ദേശിക്കില്ലേ. എന്നിട്ട് അള്ളാഹു ചെല്ലുന്നതായ വിഷയനിങ്ങനെ നോക്കൂ, ആകാശത്തുക്ക് പത്രവനെ പോലെ എന്തോ ഒരു ഉപമയച്ചിക്കർ അള്ളാഹു താല കൊടുക്കരുത്. ഹിദായത്തില്ലാത്തവന്റെ സന്മാർഗത്തിൽ നിന്ന് തപ്പിപ്പോയവന്റെ ഉദാഹരണം അള്ളാഹു താല ചെല്ലുന്നത് ആകാശത്തുക്ക് പത്രവനെ പോലെ. എന്തായിച്ചിക്കർ അങ്ങനെ ചെല്ലുള്ളതായ കാരണം തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണ്ട് ആകാശ ചെല്ലുന്നത് എത്ര ഉയരത്തിൽ നിൽക്കുന്നതായിച്ചിക്കർ എണ്ടത്തോളം ആകാശത്തുക്ക് പത്തി പോക ആറുകൈത്തിക്കർ സാധ്യമായ ആറുകൈത്തിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഹ്റാജിന്റെ സന്ദർഭത്തിലല്ലാതെ ലോകത്ത് ആറുകൈത്തിക്കർ ആകാശത്തുക്ക് പത്തി പോകു സാധ്യമായി. ഇവിടെ ചന്ദ്രലോകത്തുക്ക് പോയെങ്കിക്കുവാർ ചന്ദ്രലോകത്തിൽ നിന്ന് എത്രമാ കണക്ക് കൂട്ടകൂ സാധ്യയില്ലാത്തതായ നിലക്ക് ഉയർന്നു നിൽക്കുന്നതായിത്തിക്കർ ഒന്നാമത്തെ ആകാശ. അതിനെ കാട്ടി എത്രമാ ഉയർന്നു നിൽക്കുന്നതായിത്തിക്കർ രണ്ടാമത്തെ ആകാശ. അതിനെ കാട്ടി എത്രമാ ഉയർന്നു നിൽക്കുന്നതായിത്തിക്കർ മൂന്നാമത്തെ ആകാശ. ഇങ്ങനെ 7 ആകാശത്തുക്ക് ഞങ്ങൾ നോക്കിണ്ടെങ്കിലും ഹദീസിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമാവൂ ഒന്നരെ കാട്ടി ഉയർന്നു നിൽക്കുന്നതായിത്തിക്കര് ആ ആകാശത്തുക്ക് പത്രവനെ പോലെ. അവനക്ക് എത്ര ദ്വാർന്നെങ്കിലും എത്ര ഖുത്ബ കേട്ടെങ്കിലും എത്ര അവനക്ക് ഖുർആൻ ഓതി കൊടുത്തെങ്കിലും എത്ര ഖുർആൻ ക്ലാസ് കേട്ടെങ്കിലും എത്ര ഉറുദു കേട്ടെങ്കിലും ആരവനെ നന്നാക്കുക നോക്കിയെങ്കിലും അള്ളാഹു അവനക്ക് ഹിദായത്ത് കൊടുക്കുക ഉദ്ദേശിച്ചില്ലെങ്കിൽ ആകാശത്തുക്ക് പത്രവനെ പോലെ എണ്ടത്തോളം ആകാശത്തുക്ക് പത്തി പോക ആർക്കെങ്കിലും സാധിച്ചിര. അതേപോലെ ലോകത്ത് ഏത് ശക്തിക്കും അവനക്ക് ഹിദായത്ത് കൊടുക്കുക സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്.